പന്മന MES ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നടന്നു. സന്നദ്ധം, കരുതൽ, കവചം തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും ക്ലാസ് നടത്തി. പന്മന MES ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നടത്തിയത്. ചിത്രവിലാസം UP സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. സന്നദ്ധം, കരുതൽ, കവചം തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് ശാസ്താംകോട്ടയിലെ ഉദ്യോഗസ്ഥർ ക്ലാസ് നയിച്ചു. ഇങ്ങനെ പിടിച്ച വ്യക്തി ഇൻബാലൻസ്ഡ് ആവും, ബോഡി ഇൻബാലൻസ്ഡ് ആവും. ഇൻബാലൻസ്ഡ് ആയി കഴിഞ്ഞാലുള്ള ഒരു പ്രത്യേകത, നമ്മുടെ തലച്ചോറ് പിന്നെ പ്രതികരിക്കുന്നത് ഈ ബോഡി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ തലച്ചോറ് ഇരിക്കുന്ന ഞാനിരിക്കുന്ന, അതായത് തലച്ചോറ് വിചാരിക്കുന്നത് ഞാനിരിക്കുന്ന ഭാഗം ഞാൻ വീഴാൻ പോവുകയാണ്, അതുകൊണ്ട് അത് വീഴാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിൽ. അതായത് മദ്യപിക്കുന്നവർ നടന്നു പോകുന്നുണ്ടോ, കാലങ്ങനെ അകത്തി വെച്ചാണ് അതിതാണ് ഇൻബാലൻസ്ഡ് ആവുന്നതെന്ന് തലച്ചോറിന് മനസ്സിലായതുകൊണ്ട് ആ വ്യക്തിയെ വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കാലകത്ത് വെച്ചത്. അന്നേരം ഈ ബോഡിയും ഇൻബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാലകത്ത്. ഡോക്ടർ PK ഗോപൻ, ഡോക്ടർ വിഷ്ണു മോഹൻ, ഡോക്ടർ സംഗീത, അർഷാദ് മന്നാനി, KP ദിനേശ്, ജയശ്രീ തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ പരിസര പ്രദേശങ്ങളിലെ വീടുകളിൽ CPR, മുറിവ്, പൊള്ളൽ എന്നിവ കൈകാര്യം ചെയ്യേണ്ട രീതി കുടുംബാംഗങ്ങളെ പഠിപ്പിച്ചു. എപ്പോഴും ഇങ്ങനെ നോക്കണം, കാരണം അവന്റെ ചെസ്റ്റിന് വല്ല മൂവ്മെന്റ് ഉണ്ടോ, നമുക്ക് ശ്വാസം എടുക്കുന്ന നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ അവന്റെ ബ്രീത്ത് ഇല്ലെങ്കിൽ നമുക്ക് ചെവിയുടെ അവിടെ ശ്വാസം അടിക്കുന്ന കേൾക്കാം. ഇനി അടുത്ത പൾസ് ചെക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കഴുത്തിന്റെ ഇവിടെയുള്ള വെയിറ്റ്, ഇവിടുത്തെ വെയിറ്റിലാണ് നമുക്ക് പൾസ് അറിയാൻ പറ്റും. അത് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തിട്ട് അതും ഇല്ലെങ്കിൽ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ വിത്ത് മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കണം. ക്യാമ്പ് ജനുവരി 1 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചവറ.